നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഖത്തർ വേൾഡ് കപ്പിലെ ഫൈനൽ മത്സരം അതൊരു ത്രില്ലർ സിനിമയ്ക്ക് സമാനമായിരുന്നു. വിജയ പരാജയ സാധ്യതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ ഒരു മത്സരമായിരുന്നു അത്. പിന്നീട് ഏറ്റവും ഒടുവിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അർജന്റീന കിരീടം നേടുകയായിരുന്നു. പെനാൽറ്റി ഷൂട്ടൌട്ടിലായിരുന്നു അർജന്റീന കിരീടം സ്വന്തമാക്കിയിരുന്നത്. ഈ മത്സരം നിയന്ത്രിച്ചിരുന്നത് പോളണ്ടുകാരനായ സിമോൺ മാർസിനിയാക്ക് എന്ന റഫറിയായിരുന്നു. 2022 IFFHSന്റെ ഏറ്റവും മികച്ച റഫറിക്കുള്ള പുരസ്കാരം മാർസിനിയാക്കായിരുന്നു സ്വന്തമാക്കിയിരുന്നത്. ഒരിക്കൽ കൂടി ഇത് അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തെയും ഏറ്റവും മികച്ച റഫറി ആയിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മാർസിനിയാക്ക് തന്നെയാണ്. ഇക്കാര്യം IFFHS ഇന്നലെ ഒഫീഷ്യലായിക്കൊണ്ട് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 175 പോയിന്റ് ആണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഡാനിയൽ ഒർസാറ്റോയാണ്. ഇറ്റാലിയൻ റഫറിയായ ഇദ്ദേഹം 95 പോയിന്റുകളാണ് നേടിയിട്ടുള്ളത്. മൂന്നാം സ്ഥാനത്ത് ഫ്രഞ്ച് റഫറിയായ ക്ലെമന്റ് ടർപ്പിൻ വരുന്നു. 64 പോയിന്റുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഇംഗ്ലീഷ് റഫറിമാരായ മൈക്കൽ ഒലിവറും ആന്റണി ടൈലറുമാണ് 4ഉം 5ഉം സ്ഥാനങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. IFFHS ഇപ്പോൾ തങ്ങളുടെ പുരസ്കാരങ്ങൾ ഏറെക്കുറെ ഒക്കെ തന്നെയും പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും മികച്ച ഗോൾ സ്കോറർക്കുള്ള പുരസ്കാരം നേടിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു. ഏറ്റവും മികച്ച പ്ലേ മേക്കർക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരമായ കെവിൻ ഡിബ്രൂയിനെയാണ്. ഏറ്റവും മികച്ച താരമായിക്കൊണ്ട് ഏർലിംഗ് ഹാലൻഡും ഏറ്റവും മികച്ച യുവതാരമായിക്കൊണ്ട് ജൂഡ് ബെല്ലിംഗ്ഹാമുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.